തിരുവനന്തപുരത്തും കൊല്ലത്തും കോഴിക്കോടിനും പിന്നാലെ പാലക്കാടും കെ മുരളീധരനു വേണ്ടി പോസ്റ്റർ ഉയരുന്നു. നയിക്കാൻ മുരളിയേട്ടൻ വരട്ടെ എന്നാണ് പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത്. പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി കെ മുരളീധരൻ മത്സരിക്കണമെന്നാണ് പോസ്റ്ററിൽ ആവശ്യപ്പെടുന്നത്. നഗരത്തിന് വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. തൃശൂരിൽ കനത്ത തോൽവി രുചിച്ചതിന് പിന്നാലെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇനി താൻ ഇല്ലെന്ന് കെ മുരളീധരൻ പറഞ്ഞിരുന്നു. സജീവ രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കുമെന്നാണ് മുരളീധരൻ വ്യക്തമാക്കിയത്. പരാജയത്തിൽ തൃശൂർ DCCക്കെതിരെയും മുരളീധരൻ ആഞ്ഞടിച്ചിരുന്നു. പിന്നാലെയാണ് ഇനി സ്ഥാനാർത്ഥിയാകാൻ ഇല്ലെന്ന് മുരളീധരൻ പറയുന്നത്. എന്നാൽ മുരളീധരനെ പോലൊരു നേതാവ് ഈ സാഹചര്യത്തിൽ മാറി നിൽക്കുന്നത് കോൺഗ്രസിന് വലിയ ക്ഷീണം തീർക്കും. പ്രത്യേകിച്ച് സഹോദരിയായ പത്മജ BJPയിലേക്ക് പോയ സാഹചര്യത്തിൽ കോൺഗ്രസുകാർ മുരളീധരനെ പിന്നിൽ നിന്ന് കുത്തുമെന്നും തന്റെ അനുഭവം അതാണെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു പത്മജ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് ചേക്കേറിയത്. തിരഞ്ഞെടുപ്പിൽ മുരളീധരൻ പരാജയപ്പെടും, അദ്ദേഹം DCC നേതൃത്വത്തിനെതിരെ രംഗത്തെത്തുമെന്നും പത്മജ പറഞ്ഞിരുന്നു. ഇതെല്ലാം ഇപ്പോൾ ഫലിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കെ മുരളീധരൻ നേതൃത്വത്തിനെതിരെ രംഗത്തെത്തിയാൽ അത് കോൺഗ്രസിന് തിരിച്ചടിയാകുമെന്നതിൽ ഒരു സംശയവും വേണ്ട. ഇതോടെ മുരളിയുടെ പിണക്കം മാറ്റാനുള്ള തീവ്ര ശ്രമത്തിലാണ് നേതൃത്വം. ഇപ്പോഴത്തെ അതൃപ്തി മറന്ന മുരളീധരൻ പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമായിട്ടുണ്ട്. അദ്ദേഹം മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്നാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് MP VK ശ്രീകണ്ഠൻ പറഞ്ഞത്. ഷാഫി പറമ്പിലിന് പകരക്കാരനായി മുരളി എത്തിയാൽ വിജയം സുനിശ്ചിതമാണെന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ കോൺഗ്രസിന് ആത്മവിശ്വാസം നൽകുന്നതാണ്. ഇത്തവണ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് UDFന് ലഭിച്ചത് 52,779 വോട്ടാണ്. രണ്ടാമതെത്തിയ BJPയേക്കാൾ 9,707 വോട്ടിന്റെ ഭൂരിപക്ഷം അവർക്കുണ്ട്. നഗരസഭാ പരിധിയിലും മികച്ച മുന്നേറ്റം നടത്താൻ കോൺഗ്രസിന് സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മുരളീധരൻ എത്തിയാൽ വളരെ എളുപ്പം ജയിച്ചു കയറാമെന്നാണ് നേതാക്കൾ പറയുന്നത്. എന്തായാലും മുരളീധരൻ എന്ത് നിലപാടെടുക്കുമെന്ന് കാത്തിരുന്നു തന്നെ കാണാം. അതേസമയം കഴിഞ്ഞ 3 നിയമസഭാ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസ് ആണ് പാലക്കാട് മണ്ഡലത്തിൽ വിജയിച്ചത്. എന്നാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വിറപ്പിക്കുന്ന പ്രകടനമായിരുന്നു BJP സ്ഥാനാർത്ഥിയായ E ശ്രീധരൻ കാഴ്ചവെച്ചത് എന്ന് എടുത്തു പറയേണ്ട കാര്യമാണ്. അവസാന നിമിഷം വരെ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിലും ശ്രീധരനും തമ്മിൽ നടന്നത്. ഒരു ഘട്ടത്തിൽ E ശ്രീധരൻ മണ്ഡലം പിടിച്ചെന്നുവരെ വിലയിരുത്തപ്പെട്ടിരുന്നു. എന്നാൽ BJPയുടെ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താക്കി ഷാഫി മണ്ഡലം നിലനിർത്തി. ഇക്കുറി മികച്ച സ്ഥാനാർത്ഥി വന്നാൽ പാലക്കാട് വിജയം ഉറപ്പിക്കാമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. BJPയിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ അനൌദ്യോഗികമായി ആരംഭിച്ചിട്ടുണ്ട്. പത്മജ വേണുഗോപാൽ മത്സരിക്കട്ടെ എന്ന വികാരം പാർട്ടിയിൽ ഒരു വിഭാഗത്തിനുണ്ട്. പത്മജയുടെ BJPയിലേക്കുള്ള വരവും സുരേഷ് ഗോപിയുടെ തൃശൂരിലെ വിജയവുമെല്ലാം ഗുണം ചെയ്യുമെന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. പത്മജ മത്സരിച്ചാൽ കോൺഗ്രസ് വോട്ടുകളടക്കം പെട്ടിയിലാക്കാമെന്നാണ് ഇവർ പറയുന്നത്. പത്മജ അല്ലെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം കാഴ്ചവെച്ച C കൃഷ്ണകുമാറിനെ പരിഗണിക്കാനുള്ള സാധ്യതയുമുണ്ട്. BJP സംസ്ഥാന ട്രഷററും നിലവിൽ നഗരസഭാ വൈസ് ചെയർമാനുമായ E കൃഷ്ണദാസ്, പാർട്ടി മുൻ വക്താവ് സന്ദീപ് വാര്യർ എന്നിവരുടെ പേരുകളും BJPയിൽ ചർച്ചയാകുന്നുണ്ട്.